എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. മിക്ക ആൾക്കാർക്കും വഴുതനങ്ങ ഇഷ്ടമല്ലായിരിക്കും. കറിയൊക്കെ വെച്ചാൽ ആർക്കും വലിയ പിടുത്തമുണ്ടാവില്ല. പക്ഷേ ഇത് വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിച്ചു പോകുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു വഴുതനങ്ങയും കുറച്ച് കടലമാവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരൂ. ഇവിടെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടായ വഴുതനങ്ങയാണ്, അതുകൊണ്ടാണ് ചെറുതും വലുതായിട്ടും ഇരിക്കുന്നത്. ഇത് ചിലയിടത്ത് കത്തിരിക്ക എന്നും പറയും. വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക ഇത് നമ്മൾ വട്ടത്തിലരിഞ്ഞ് കുറച്ച് കനമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇട്ടിരിക്കുകയാണ്, വെള്ളത്തിലിട്ടേക്കാണ്. ഇതിനൊരു കറയുണ്ട്, അത് പോകണം. എന്നിട്ട് 3-4 വട്ടം കഴുകിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, അല്പം കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, അല്പം വെള്ളം ചേർക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലപ്പൊടികളും വെള്ളവും കൂടി ചേർത്ത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. 2 വശവും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നമ്മൾ ഈ വഴുതന സ്ലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് നമ്മളിപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വരും. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളമായി പോവരുത്, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പക്ഷേ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം, പക്ഷേ വെള്ളം കൂടി പോരുത്. അതുകൊണ്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം കുറേശ്ശെ ആയിട്ടേ ആഡ് ചെയ്യാവുള്ളൂ. ആദ്യമേ മൊത്തം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ലൂസായി പോകും നമ്മുടെ ബാറ്റർ. അപ്പോൾ അതുകൊണ്ട് അല്പം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്കയുടെ സ്ലൈസസ് കടലമാവിൻ്റെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കണം.
എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് ഈ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് നമ്മളെല്ലാം ഇട്ട് കൊടുത്തു. ഒരു 4-5 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾക്കിത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് പോരാം. മറിച്ചിട്ട് കൊടുത്തു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി പോകണ്ട, പുറമേ ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. അത് നമുക്കത് കോരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. റെഡി ആയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അല്പസമയം കൂടി കഴിഞ്ഞിട്ട് കോരി മാറ്റാം. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്, അല്ല ഈ സോസിൽ മുക്കി അങ്ങനെയും കഴിക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.